അസ്സലാമു അലൈക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകുന്ന എല്ലാവരോടും ഹജ്ജ് സുവിധ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകർക്ക് സുരക്ഷ, നാവിഗേഷൻ, ആരോഗ്യ നിരീക്ഷണം എന്നിവ നൽകുന്നതിനായി ഇന്ത്യൻ സർക്കാരിൻ്റെ ന്യൂനപക്ഷകാര്യ മന്ത്രാലയവും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയും ചേർന്ന് പുറത്തിറക്കിയ പുതിയ സംരംഭമാണ് ഹജ്ജ് സുവിധ സ്മാർട്ട് വാച്ച്. എല്ലാ എംബാർക്കേഷൻ വഴിയും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്ക് അവർ പുറപ്പെടുന്നതിന് മുമ്പായി ലഭിക്കുന്ന ഹജ്ജ് കിറ്റിൽ സ്മാർട്ട് വാച്ച് കൂടി ഉണ്ടായിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഹജ്ജ് സുവിധ സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകതകളും അത് എങ്ങനെയെല്ലാമാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ തീർത്ഥാടകർക്ക് സ്മാർട്ട് വാച്ചിലെ SOS ബട്ടൺ പ്രസ് ചെയ്യുന്നത് വഴി അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇന്ത്യൻ ഹജ്ജ് കോൺസുലേറ്റിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ ഡാറ്റ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്മാർട്ട് വാച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തീർത്ഥാടകർക്ക് വാച്ച് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ മാനുവലും കൂടാതെ മാഗ്നറ്റിക് റീചാർജ് കേബിളും വാച്ചിനോടൊപ്പം ലഭിക്കുന്നതാണ്. നിങ്ങൾ സൗദി അറേബ്യയിൽ എത്തിയ ഉടനെ തന്നെ വാച്ച് റീസ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ശരിയായ രീതിയിൽ വാച്ചിൻ്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്ത ശേഷം വാച്ച് ചാർജിങ്ങിൽ തന്നെ നിർത്തണം. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വാച്ചിൽ സുവിധ ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റായി വരും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഓട്ടോ അപ്ഡേഷൻ തടസ്സപ്പെട്ടാൽ വാച്ച് മാനുവലായി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഏകദേശം 25 മിനിറ്റ് കഴിയുമ്പോൾ വാച്ച് ഓട്ടോമാറ്റിക്കായി ഡാറ്റകൾ അപ്ലോഡായി വരും. ഈ വാച്ചിൻ്റെ എല്ലാ ഫീച്ചറുകളും ഇന്ത്യയിൽ വെച്ച് വർക്ക് ചെയ്യണമെന്നില്ല. എന്നാൽ നിങ്ങൾ സൗദി അറേബ്യയിൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാ ഫംഗ്ഷനുകളും വർക്ക് ചെയ്യാൻ ആരംഭിക്കും. 10 വാട്ട്സിൽ കുറവായ USB ചാർജർ ഉപയോഗിച്ച് വാച്ച് റീചാർജ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. കൂടിയ വാട്ട്സ് ഉള്ളതാണെങ്കിൽ ഒരുപക്ഷെ വാച്ച് കേടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്കിങ്ങും അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ വാച്ച് സ്ഥിരമായി റീചാർജ് ചെയ്ത് ധരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ വാച്ച് മറ്റൊരു തീർത്ഥാടകനുമായി ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാച്ച് തരുമ്പോൾ തന്നെ അതിൽ ഒരു സിം കാർഡ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഫോൺ ചെയ്യാൻ സാധ്യമല്ല. ഈ വാച്ച് നമ്മുടെ ഹജ്ജിൻ്റെ സമയം മുഴുവൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ സിം കാർഡ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഒരിക്കലും ഈ സിം കാർഡ് വാച്ചിൽ നിന്ന് ഊരി മാറ്റുകയോ മറ്റും ചെയ്യരുത് എന്നാണ് ഇവർ പറയുന്നത്. വാച്ചിലുള്ള സെറ്റിങ്ങുകൾ ഒന്നും ആവശ്യമില്ലാതെ മാറ്റി നോക്കരുത്. കൂടാതെ വാച്ച് വെള്ളത്തിൽ വീഴുന്നത് ശ്രദ്ധിക്കണം എന്നും ഇവർ അറിയിക്കുന്നുണ്ട്. വാച്ചിൻ്റെ പിൻഭാഗത്തുള്ള ചാർജിംഗ് പോയിൻറ്റിൽ മാഗ്നറ്റിക് റീചാർജിംഗ് കേബിൾ ടച്ച് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് വാച്ച് റീചാർജ് ചെയ്യാവുന്നതാണ്. വാച്ചിലെ പവർ ബട്ടൺ ഉപയോഗിച്ച് വാച്ചിലെ സ്ക്രീൻ ഓൺ ചെയ്യാനും പഴയ മെനുവിലേക്ക് പോവാനും എല്ലാം സാധിക്കുന്നതാണ്. വാച്ചിലെ SOS ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ ലൊക്കേഷൻ ഹജ്ജ് കോൺസുലേറ്റിന് അറിയുന്നതിനും എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ അവർക്ക് നമുക്ക് സഹായം എത്തിക്കുന്നതിനും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാത്ത സമയത്ത് SOS ബട്ടൺ പ്രസ് ചെയ്യരുത് എന്ന് ഇവർ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. സ്മാർട്ട് വാച്ച് സുവിധ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വാച്ചിലെ ഭാഷ മാറ്റുന്നതിനും മറ്റു ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനും സാധിക്കും. സുവിധ ആപ്പിൽ നമ്മൾ എല്ലാ പെർമിഷനും കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഫീച്ചറുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് അനൗൺസ്മെൻ്റ് ആണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നുള്ള തത്സമയ അറിയിപ്പുകളും മറ്റു വിവരങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. വാച്ചിലുള്ള പെഡോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ദിവസം എത്ര ദൂരം നടക്കുന്നുണ്ട് എന്നും അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. ഇതിലെ ഹെൽത്ത് മോണിറ്ററിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതുപോലെ ഓക്സിജൻ ലെവൽ, ബ്ലഡ് പ്രഷർ എന്നിവ ഏത് സമയത്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ്. കാബയുടെ ദിശ അറിയുന്നതിനും കൂടാതെ നമുക്ക് മക്കയിലും മദീനയിലും അതുപോലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമസ്കാര സമയം കൃത്യമായി അറിയാൻ സഹായിക്കുന്ന ടൂളുകളും ഈ സുവിധ സ്മാർട്ട് വാച്ചിൽ ലഭ്യമാണ്. സുവിധ വാച്ച് വഴി
അപ്ഡേറ്റ് ആയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ടെമ്പറേച്ചർ ലെവൽ, മറ്റെന്തെങ്കിലും കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. വാച്ചിലുള്ള SOS ഫെസിലിറ്റി ഉപയോഗിച്ച് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ മറ്റോ ഉണ്ടായാൽ അധികാരികളെ നമുക്ക് പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിനായി മക്കയിലും മദീനയിലും എല്ലാം അതിൻ്റെ സർവീസ് സെൻറ്ററുകൾ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്ക് സൗജന്യമായി ഈ കാര്യങ്ങൾ നിർവഹിച്ച് തരുന്നതാണ് എന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. ഹജ്ജ് സുവിധ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത് വഴി ഹജ്ജിൻ്റെ കാലം മുഴുവനും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിർവഹിച്ചു വരാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നുസൂക്ക് ആപ്പ്. തീർത്ഥാടകർക്ക് അവരുടെ സന്ദർശനം എളുപ്പത്തിൽ പ്ലാൻ ചെയ്യുന്നതിനും ആവശ്യമായ പെർമിറ്റുകൾ ലഭിക്കുന്നതിനും നുസൂക്ക് ആപ്പ് ഉപകാരപ്പെടുന്നതാണ്. ഉംറ നിർവഹിക്കുന്നതിനും റൗള സന്ദർശനം നടത്തുന്നതിനും നുസൂക്ക് ആപ്പ് നിർബന്ധമാണ്. ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും ആപ്പിൾ ഫോണിൽ നിന്ന് ആപ്പിൾ സ്റ്റോർ വഴിയും നുസൂക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സൗദി അറേബ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നുസൂക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ നടപടിക്രമങ്ങൾ എല്ലാം എളുപ്പത്തിൽ ആവാൻ സഹായിക്കും. എല്ലാ തീർത്ഥാടകർക്കും നുസൂക്ക് കാർഡ് കഴുത്തിൽ തൂക്കുന്ന ടാഗ് രൂപത്തിൽ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത നുസൂക്ക് കാർഡിൻ്റെ ഡിജിറ്റൽ രൂപം കാണിച്ചു കൊടുത്തും ഹറമിലും മറ്റ് പുണ്യസ്ഥലങ്ങളിലും നമുക്ക് പ്രവേശനം നേടാവുന്നതാണ്. എല്ലാ ഹാജിമാർക്കും മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.